ഇരിക്കേ. നീ എന്തോന്ന് നോക്കിട്ട് അങ്ങോട്ട് പോയത്? ഒന്നുമില്ല, എന്റെ കെട്ടിയോന്റെ മൂഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയതാ. എന്നിട്ട് കെട്ടിയോൾക്ക് എന്ത് തോന്നി? കാര്യം പറഞ്ഞാ ചാടിക്കടിക്കാൻ വരുന്ന മൂഡല്ലെന്ന് മനസ്സിലായി. ഓ, അങ്ങനെയാണോ? എന്നാ നീ കാര്യം പറഞ്ഞു. എന്റെ അമ്മയെ അടുക്കളക്കാരിയെന്നും കാൽ കാശിന് പോക്കില്ലാത്തവളാണെന്നൊക്കെ ആക്ഷേപിച്ച് പരമാവധി അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് അവരോടുള്ള മനോഭാവം മാറ്റി അമ്മായിയമ്മയെന്ന് അംഗീകരിച്ച് ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനാ? പ്രകാശനെ ബുദ്ധിയുണ്ട്. പാചക സാമർഥ്യമുള്ള നല്ലൊരു വേലക്കാരിയെ വെക്കണമെങ്കിലേ ശമ്പളവും ആനുകൂല്യവുമൊക്കെയായി നല്ലൊരു സംഖ്യ ചെലവും. ആ തുക ലാഭിക്കലാണ് പ്രധാന ലക്ഷ്യം. പിന്നെ അമ്മായിയമ്മയെ നിലത്തു വയ്ക്കാതെ പോറ്റുന്നവനാണ് പ്രകാശൻ എന്ന സൽപ്പേരും ഇമേജുമൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ആവശ്യവുമാണ്. അപ്പോ എന്റെ അമ്മയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണല്ലേ? സുമിത്രേ, നമ്മളെ പുതിയൊരു കുടുംബജീവിതം ആരംഭിച്ചിരിക്കുക. അത് സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പലവിധ കള്ളക്കളികളും നടത്തേണ്ടി വരും. അത് നടക്കില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയൊക്കെ ആട്ടിപ്പായിച്ചിട്ട് എന്റെ അമ്മയെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്നോ? അത് നടക്കില്ല. നടക്കണം. കുറിപ്പിന് നിന്റെ അമ്മ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ ബാധ്യത വീട്ടേണ്ടത് ഞാനാ. അതുകൊണ്ട് ആ പണം നിന്റെ അമ്മയിൽ നിന്ന് വസൂലാക്കണ്ടേ മോളെ? അവരിവിടെ ചെയ്യുന്ന അധ്വാനത്തിന്റെ ശമ്പളം ആ ഇനത്തിൽ ഞാൻ കൂട്ടിക്കോളാം. പ്രകാശേട്ടാ, ഈ കാണിക്കുന്നത് ലോക നെറുകേടാ. എനിക്കിത് സഹിക്കുന്നില്ല. പണിയെടുത്ത് കിട്ടുന്ന കൂലിയും കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ജീവിച്ചിരുന്ന എന്റെ അമ്മയെ കടബാധ്യതയിൽ കുരുക്കി ശ്വാസം മുട്ടിക്കുന്നത് മഹാപാപോ. നിങ്ങൾ ഒരു കാലത്തും വേണ്ട. ശപിക്കാനല്ലേ ഭാവം? ശാപങ്ങൾ ഒരുപാടായി. ഇനി നിന്റെ ശാപം കൂടി വേണ്ട. മര്യാദയ്ക്ക് ഭർത്താവിനോടൊപ്പം സഹകരിക്കാൻ നോക്ക്. ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം തനിയെ വന്ന് ചേർന്നതാ. ഇനിയല്ല അനുഭവിച്ചേ മതിയാവും.